الله أكبر 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 لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി തെരഞ്ഞെടുത്തു തന്ന ഒരു വർഷത്തിലെ 2 ഈദുൽ അദ്ഹയിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. നാം സന്തോഷം പ്രകടിപ്പിക്കേണ്ട, നാം ഏറ്റവും നല്ല രീതിയിൽ അല്ലാഹുവിനെ സ്തുതിക്കേണ്ട, അല്ലാഹുവിനെ തക്ബീർ നടത്തേണ്ട ദിവസമാണിന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു ദിവസത്തിലേക്ക്, ഈ ഒരു അവസരത്തിലേക്ക് അല്ലാഹു നമ്മെ നയിച്ചതിന്റെ പേരിൽ അല്ലാഹുവിനെ സ്തുതിക്കുക. മുസ്നദ് അഹ്മദിൽ നമുക്കൊരു ഹദീസ് കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരു വ്യക്തി വന്ന് പറയുകയുണ്ടായി, യാ ഖൈറൽ ബരിയ്യ, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്തമനായവനെ എന്ന് വിളിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വ്യക്തിയോട് തിരിച്ചു പറഞ്ഞു, ദാലിക ഇബ്രാഹിം, അത് ഇബ്രാഹിം അലൈഹിസ്സലാം ആണെന്ന്. ആദം സന്തതികളുടെ നേതാവായിട്ട് പോലും തന്റെ വിനയം കാണിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. തന്റെ പിതാവിനോടുള്ള ഹനീഫായിട്ടുള്ള പ്രവാചകന്മാരുടെ പിതാവായിട്ടുള്ള മുവഹിദീങ്ങളുടെ നേതാവായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് ഖൈറുൽ ബരിയ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇങ്ങനെ ഒരു സ്ഥാനത്തെത്തിയത്? അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, വ ഇബ്രാഹിം അല്ലദീ വഫാ, ഇബ്രാഹിം തന്റെ കരാറുകൾ പൂർത്തീകരിച്ചവനാണ്, അള്ളാഹുവിനോട് വഫാ കാണിച്ചവനാണ്, ദീനിന്റെ എല്ലാ ശറായികളും പൂർത്തീകരിച്ചവനാണ്, പരീക്ഷണങ്ങളിൽ വിജയം കൈവരിച്ചവനാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ, ഏതൊരു പൂർവികന്മാരുടെ നബിമാരുടെയും സ്വാലിഹ്യങ്ങളുടെയും ചരിത്രം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട് അതിനുള്ള ബന്ധം നാം മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ ആ ജീവിതത്തിൽ ഉൾക്കൊണ്ട പാഠം നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുകയുള്ളൂ. എന്താണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട പാഠങ്ങളിൽ ഒന്ന്? അതെന്താണ്? അത് പരീക്ഷണങ്ങൾ നേടേണ്ട വിജയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി, അഹസിബന്നാസ് വിശ്വാസികൾ അഥവാ ജനങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ അവർ മുഅ്മിനീങ്ങളായി എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവർ പരീക്ഷിക്കപ്പെടില്ല എന്ന്, അവർക്കൊരു ഫിത്നയും ഉണ്ടാകില്ല എന്നുള്ളത് അല്ലാഹു തആല പറഞ്ഞു. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, നാം അവരുടെ മുമ്പുള്ളവരെ പരീക്ഷിച്ചിട്ടുണ്ട്, അവരുടെ മുമ്പുള്ളവരെ പരീക്ഷിച്ചിട്ടുണ്ട്. ഓരോ പരീക്ഷണത്തിൽ ആരാണ് സിദ്ഖുള്ളവരെന്നും ആരാണ് കദിബുള്ളവരെന്നും വേർതിരിച്ചറിയാൻ വേണ്ടി. സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിലും ധാരാളം പരീക്ഷണങ്ങൾ കടന്നുപോയി അവിടുന്ന് വിജയം കൈവരിച്ച ആ സിദ്ഖ് തെളിയിച്ചു കൊടുത്ത സംഭവങ്ങൾ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു തആല പറഞ്ഞു, ഇദ്ബ്തലാ ഇബ്രാഹിമ റബ്ബുഹു ബികലിമാത്ത്
ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ചില കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുകയുണ്ടായി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആണെങ്കിലോ അത് മുഴുവൻ വിജയിക്കുകയും ചെയ്തു, അത് മുഴുവൻ പൂർത്തീകരിക്കുകയും ചെയ്തു. അല്ലാഹു തആല പറഞ്ഞു, ഇന്നി ജാഇലുക ലിന്നാസ് ഇമാമ. ആ പരീക്ഷണങ്ങൾ വിജയിച്ചതോടുകൂടി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇന്ന് ഞാനിതാ ഒരു നേതാവാക്കുന്നു എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ദീനിൽ നേതൃത്വം ലഭിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. വജഅൽനാ മിൻഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറു വകാനൂ ബിആയാതിനാ യൂഖിനൂൻ. യഖീൻ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലും സബർ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലുമാണ് ദീനിൽ ഇമാമിങ്ങളെ അള്ളാഹു തെരഞ്ഞെടുക്കാറുള്ളത്. അതേ ഗുണമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനും തന്റെ ജീവിതത്തിൽ നേരിട്ട പരീക്ഷണങ്ങളിൽ ഉണ്ടായത്. നോക്കൂ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം യഖീൻ തെളിയിച്ചതിനും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സബർ തെളിയിച്ചതിനുമുള്ള രണ്ട് സന്ദർഭങ്ങൾ. യഖീൻ തെളിയിച്ച സന്ദർഭം, സ്വന്തം നാടും വീടും കുടുംബവുമെല്ലാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെതിരായി അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എന്തെല്ലാം ഇലാഹുകളുണ്ടോ അതിനെല്ലാം ഒഴിവാക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ അവരെല്ലാവരും കൂടി പറഞ്ഞു, ഖാലു ഹർരിഖൂഹ്, അവനെ കത്തിച്ചു കളയാൻ പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കത്തിക്കാൻ വേണ്ടി തീകുണ്ടാരമൊരുക്കി അതിലേക്ക് എറിയുന്ന സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അസർ കാണാം. കാന ആഖിറു ഖൗൽ ഇബ്രാഹിം ഹീന ഉൽഖിയ ഫിന്നാർ ഹസ്ബിയല്ലാഹ് വനിഅമൽ വക്കീൽ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അവസാനമായി തീയിലേക്ക് എറിയപ്പെടുന്നതിന്റെ തൊട്ട് മുമ്പ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞ വാക്ക് ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അതാണ് യഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ദൃഢമായ വിശ്വാസത്തോടുകൂടി ബലമേൽപ്പിക്കാൻ സാധിക്കുക എന്നുള്ളത് അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തെളിയിച്ചു. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ആ തീയിനോട് പറഞ്ഞു, കൂനി ബർദൻ വ സലാമൻ അലാ ഇബ്രാഹിം. കത്തിജ്വലിക്കുക എന്നുള്ള ആ തീയിന്റെ ഗുണത്തെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലേക്ക് അത് തണുപ്പും രക്ഷയുമായി മാറ്റണമെന്ന് അല്ലാഹു തആല തീയിനോട് കൽപ്പിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, യഖീൻ തെളിയിച്ച ഒരു ചരിത്രമാണ്. രണ്ടാമത്തേത് സബറിന്റെ ചരിത്രം. നമുക്കേവർക്കും പരിചയമുള്ള, എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ പരീക്ഷണ ഘട്ടങ്ങളിൽ നമുക്കതിന് സാധിച്ചിട്ടുണ്ടോ എന്ന് സ്വയം പരിശോധിക്കേണ്ട സന്ദർഭം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രായാധിക്യത്തിൽ ലഭിച്ച മകനായ ഇസ്മായിൽ, ഹലീമായ, സഹനശീലമുള്ള, ഇഷ്ടം തോന്നുന്ന തന്റെ പ്രിയപ്പെട്ട മകൻ തനിക്ക് താങ്ങും തണലുമായി എത്തിയിരിക്കുന്ന അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആ മകനെ അറുക്കണമെന്ന് സ്വപ്നത്തിലൂടെ ആ വാപ്പ മകനോട് പറയുന്നുണ്ട്, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക്. മോനെ, ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലാഹു എന്നോട് സ്വപ്നത്തിലൂടെ കൽപ്പിച്ചിട്ടുണ്ട് നിന്നെ അറുക്കണമെന്ന്. ആ മകൻ പറഞ്ഞു, എന്നെ ക്ഷമിക്കുന്നവരെ കൂട്ടത്തിൽ വാപ്പ നിങ്ങൾ കണ്ടെത്തും. സഹോദരങ്ങളെ, അങ്ങനെ സ്വന്തം മകനെ അറുക്കാൻ തയ്യാറാകുന്ന, അതിനുള്ള ക്ഷമ കൈവരിക്കാൻ, അള്ളാഹുവിനുള്ള അനുസരണം തെളിയിക്കാൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം പരിശോധിക്കണം. അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളെ ഒഴിവാക്കാൻ, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെ ചെയ്യാൻ, നമുക്കങ്ങനെ ഒരു കാര്യത്തിന് സബർ കാണാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ആ തെളിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പകരമതാ ഏറ്റവും നല്ലൊരു ബലിമൃഗത്തെ നൽകുകയും ചെയ്തു. ഇതാ ഈ മസ്ജിദിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഈദിന്റെ മുസല്ലയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ദിവസത്തിലെ ഏറ്റവും മഹത്തായ കർമ്മം നമുക്ക് നിർവഹിക്കാനുള്ളത് ബലികർമ്മമാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സബറിന്റെ ചരിത്രമാണ്. ഈ രണ്ട് ഗുണങ്ങൾ യഖീനും സബറും ഉള്ളതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആ ഇമാം എന്ന സ്ഥാനത്തെത്തിയത്, ഈ ഉമ്മത്തിന്റെ നേതാവായിട്ട് മാറിയിട്ടുള്ളത്, അഥവാ മുസ്ലിമീങ്ങളുടെ നേതാവായി മാറിയത്, മുവഹ്ഹിദീങ്ങളുടെ നേതാവായി മാറിയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഗുണം നമ്മുടെ ജീവിതത്തിലും വേണം. ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ പരീക്ഷണങ്ങൾ യഖീനും സബറും തെളിയിക്കാനാണെന്ന് നമുക്ക് മനസ്സിലാകണം. അതിലൂടെ അള്ളാഹുവിനോട് സിദ്ഖ് കാണിക്കുന്ന ആളുകളായിരിക്കണം. അങ്ങനെയാകുമ്പോൾ മാത്രമാണ് തഖ്വ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലദീ ജാഅ ബിസ്സിദ്ഖ് വസദ്ദഖ ഉലൈക ഹുമുൽ മുത്തഖൂൻ. ആരാണോ സിദ്ഖ് കൊണ്ടുവരുന്നത്, ആ സിദ്ഖിനെ സത്യപ്പെടുത്തുന്നത്, അവരാണ് മുത്തഖീങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സഹോദരങ്ങളെ, ആ തഖ്വയാണ് ഈ ബലി എന്നുള്ള ഈ ഇബാദത്ത് നിർവഹിക്കുന്നതിലൂടെ അല്ലാഹുവിന് മുമ്പിൽ നാം തെളിയിച്ചു കൊടുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ. നിങ്ങൾ അറുക്കുന്ന മൃഗങ്ങളുടെ മാംസമോ നിങ്ങളുടെ അറുക്കുന്ന മൃഗങ്ങളുടെ രക്തമോ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എത്തുന്നില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അടുക്കൽ എത്തുന്നത് അത്തഖ്വ മിൻകും, നിങ്ങളുടെ ഉള്ളിലുള്ള തഖ്വയാണ്.
നിങ്ങളുടെ ഖൽബിനകത്തുള്ള തഖ്വയാണ്. യഖീനിന്റെയും സബറിന്റെയും അടിസ്ഥാനത്തിൽ നിങ്ങൾ തെളിയിക്കുന്ന സിദ്ഖിന്റെ മേലെ ഉണ്ടാകുന്ന ആ തഖ്വയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആവശ്യമുള്ളത്. അതിനുവേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ഇബാദത്ത് നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം നമ്മെ കേൾപ്പിച്ചിട്ടുള്ളത്, നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ടതാ ഈ ബലിമൃഗത്തെ അറുക്കാനുള്ള അവസരം അല്ലാഹു നൽകിയത്. കദാലിക സഖറഹാ ലക്കും, അല്ലാഹു അവയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത്. ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന്റെ പേരിൽ അല്ലാഹുവിനെ തക്ബീർ ചെയ്യാൻ വേണ്ടിയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദിവസങ്ങൾ, ഇനിയുള്ള 3 ദിവസങ്ങളും ഈദ് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൗമ അറഫ വയൗമുൻ നഹർ വഅയ്യാമുത് തശ്രീഖ് ഈദുനാ അഹ്ലൽ ഇസ്ലാം. ഇതാ യൗമ അറഫ കഴിഞ്ഞുപോയ ദിവസം, യൗമുൻ നഹർ ദുൽഹിജ്ജ 10, ഇനിയുള്ള 3 ദിവസങ്ങൾ അയ്യാമുത് തശ്രീഖ് ഈദുനാ അഹ്ലൽ ഇസ്ലാം, മുസ്ലിമീങ്ങളുടെ ഈദാണ്. അതുപോലെ തന്നെ ഹദീസിൽ പറഞ്ഞു, വഹിയ അയ്യാമു അക്ലിൻ വശുർബിൻ വദിക്രില്ലാഹ്, അത് ഭക്ഷണം കഴിക്കുന്നതിന്റെയും പാനീയങ്ങൾ കുടിക്കുന്നതിന്റെയും അള്ളാഹുവിനെ സ്മരിക്കുന്നതിന്റെയും ദിവസങ്ങളാണ്. അഥവാ ബലിമൃഗത്തിന്റെ മാംസം ഭക്ഷിക്കാനും അതുപോലെ തന്നെ അള്ളാഹുവിനെ തക്ബീർ ചെയ്യാനുമുള്ള ദിവസങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങളും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നിന്ന് പരീക്ഷണങ്ങൾ വിജയിക്കാൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് സാധിച്ചത് യഖീൻ കൊണ്ടും സബർ കൊണ്ടുമാണ്. അതുകൊണ്ട് ജീവിതത്തിലെ എന്തെന്ത് പരീക്ഷണങ്ങൾ നേരിടുമ്പോഴും, അത് രോഗമാവട്ടെ, ദാരിദ്ര്യമാവട്ടെ, സമ്പത്താവട്ടെ, ഐശ്വര്യമാകട്ടെ, എന്ത് കാര്യമാണെങ്കിലും അതിലെല്ലാം യഖീനും സബറും തെളിയിക്കാൻ, അങ്ങനെ സിദ്ഖുള്ളവരാകാൻ, അങ്ങനെ തഖ്വ സാക്ഷാത്കരിക്കുന്ന ആളുകളാകാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹുവിനോട് തൗഫീഖിനെ ചോദിക്കണം. അതുപോലെ സഹോദരങ്ങളെ, ഈദിന്റെ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഓർമ്മിപ്പിച്ചിരുന്ന കാര്യമാണ് പുരുഷന്മാരെയും സ്ത്രീകളെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് സ്വതക്ക നൽകുക എന്നുള്ളത്. നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കാനും നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാനും ബലാഅകൾ തടയാനും കാരണമാകുന്ന രീതിയിൽ അള്ളാഹു നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ചെലവഴിക്കുക എന്നുള്ളത് ഈദിന്റെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അതുപോലെ സഹോദരങ്ങളെ, ഈ മുസല്ല കഴിഞ്ഞു പോകുമ്പോൾ പരസ്പരം ആശംസിച്ചുകൊണ്ട്, പരസ്പരം കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട്, സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഈദിന്റെ മുസല്ല വിട്ട് പിരിയാൻ വേണ്ടിയിട്ട്. പരസ്പരം കുടുംബ സന്ദർശിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഉളുഹിയ്യത്തിന്റെ കർമ്മങ്ങളിൽ പങ്കെടുത്തുകൊണ്ടും നാം ഈ ദിവസത്തെ അള്ളാഹുവിനുള്ള ഇബാദത്തിൽ, ദിക്റിലും തക്ബീറുകളിലും ഇബാദത്തിലുമായിട്ട് മുഴുകേണ്ടതുണ്ട്, സന്തോഷം പ്രകടിപ്പിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, നമ്മളിൽ നിന്ന് ഹജ്ജിന് പോയ നമ്മുടെ സഹോദരന്മാർ അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗത്ത് നിന്ന് അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്ത് അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് എത്തിച്ചേർന്നുള്ള സഹോദരന്മാർ അവർ ഹജ്ജിന്റെ കർമ്മങ്ങളിലാണ്. അവരുടെ ഹജ്ജ് അള്ളാഹു സുബ്ഹാനഹു വ തആല മഖ്ബൂലും മബ്റൂറുമാക്കി നൽകുമാറാകട്ടെ. നമ്മളിൽ ഓരോരുത്തരും ഹജ്ജ് നിർവഹിക്കാൻ കഴിയാത്തവർ, അത് ആഗ്രഹിക്കുന്നവരാണ്, അത് അള്ളാഹുവിനോട് തേടുന്നവരാണ്. അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ അത് നിർവഹിക്കാനുള്ള തൗഫീഖും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ, അവരുടെ ഖബർ അള്ളാഹു തആല വിശാലമാക്കുമാറാകട്ടെ. നമ്മയും അവരെയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മളിൽ പല ആളുകളും പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അവരുടെ എല്ലാം രോഗങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകുമാറാകട്ടെ. അതുപോലെ കടബാധ്യത കൊണ്ട് ബുദ്ധിമുട്ടുന്ന പല സഹോദരങ്ങളും നമ്മുടെ ഇടയിലുണ്ട്. അവരുടെ കടങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വീട്ടിൽ കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഖ്സിം ലനാ മിൻ ഖശ്യതിക് ما تحول به بيننا وبين معاصيك ومن طاعتك تبلغنا به جنتك ومن اليقين ما تهون علينا مصائب الدنيا ومتعنا بأسماعنا وبأبصارنا وبقواتنا ما أحييتنا واجعل وارثنا منا واجعل ثأرنا على من ظلم ولا تجعل مصيبتنا في ديننا. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.